Hello friends, welcome back to Jisha B vlogs. In the YouTube related video, we will discuss the channel art. Channel art YouTube channel click background scene, picture, a banner channel art. Channel art ഇട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലിന്റെ ഹോം പേജ് ഇങ്ങനെയാണ് ഇരിക്കുക. അതുപോലെ ചാനൽ ആർട്ട് ഇടാത്ത ഒരു യൂട്യൂബ് ചാനലിന്റെ ഹോം പേജ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. ഇപ്പൊ കണ്ടല്ലോ. ഇനി മിക്കവാറും യൂട്യൂബേഴ്സ് ഈ ചാനൽ ആർട്ട് എന്ന് പറയുന്ന സംഭവത്തിന് അങ്ങ് നെഗ്ലക്ട് ചെയ്യാറാണ് പതിവ്. അതിനധികം ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. എന്നാൽ നമുക്ക് ആ ചാനൽ ആർട്ട് എന്ന് പറയുന്ന സ്പേസിനെ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പ്രൊമോഷന് വേണ്ടി ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. മിക്കവാറും യൂട്യൂബേഴ്സ് എന്തെങ്കിലും ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പിക്ചർ ഒക്കെയാണ് നിങ്ങളുടെ ചാനൽ ആർട്ടായിട്ട് വെക്കാറുള്ളത്. ചില യൂട്യൂബേഴ്സ് ചാനൽ ആയിട്ട് ഇടാറുണ്ട് കേട്ടോ. അപ്പം നമ്മളൊരു കുക്കിംഗ് റിലേറ്റഡ് വീഡിയോ ആണെങ്കിൽ, അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്ന ആളാണെങ്കിൽ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പിക്ചർ ഇടും. ഇപ്പൊ ഗാർഡനിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഗാർഡൻ, ഒരു ബ്യൂട്ടിഫുൾ ഗാർഡന്റെ പിക്ചർ ഒക്കെ ഇടും. അങ്ങനെയൊക്കെ ഇടാറുണ്ട്. ചാനൽ ആർട്ട് എങ്ങനെയാണ് ഒരു പ്രൊമോഷണൽ സ്പേസ് ആയി ഉപയോഗിക്കുന്നതെന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് എങ്ങനെയാണ് ആൾക്കാർ ഒരു വ്യൂവർ ചാനൽ ആയിട്ട് എപ്പോഴാണ് കാണുന്നതെന്ന് നോക്കാം. ഇപ്പൊ ഏതെങ്കിലും ഒരു വീഡിയോ, ഒരു റാൻഡം വീഡിയോ, എന്റെ തന്നെ വിചാരിച്ചോളൂ, എന്റെ ഒരു റാൻഡം വീഡിയോ ഒരാൾ കാണുന്നു എന്ന് വിചാരിക്കുക. മേ ബി സജസ്റ്റഡ് ലിസ്റ്റിൽ വന്നിട്ടോ അല്ലെങ്കിൽ യൂട്യൂബ് സെർച്ചിൽ വന്നിട്ടോ അങ്ങനെ ഒരു വീഡിയോ കണ്ടു. അപ്പൊ അയാൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടു. ഇത് എന്റെ അവതരണം അല്ലെങ്കിൽ ഈ പറയുന്ന എന്റെ വീഡിയോയുടെ കണ്ടന്റ് അത് നന്നായിരിക്കും, അതുകൊണ്ട് അയാൾക്ക് ഇഷ്ടപ്പെട്ടു. എന്നാൽ ഈ കുട്ടി കൊള്ളാമല്ലോ അല്ലെങ്കിൽ ഇയാൾ കൊള്ളാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ചാനലിൽ പോയി ക്ലിക്ക് ചെയ്തു. അപ്പൊ പോകുന്നതാണ് നമ്മുടെ ഹോം പേജ്. അപ്പോഴാണ് നമ്മൾ ഈ ചാനൽ ആർട്ട് എന്ന് പറയുന്ന സംഭവം കാണുന്നത്. ഇനി ഇതൊരു പ്രൊമോഷണൽ സ്പേസ് ആയി എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് ഞാൻ എന്റെ ചാനലിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറഞ്ഞുതരാം. ഇപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു, ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം നിങ്ങൾ ജിഷ ബി വ്ലോഗ്സിൽ പോയി ആ ചാനലിൽ പോയി ക്ലിക്ക് ചെയ്തു. അപ്പൊ നേരെ എന്റെ ഹോം പേജിലേക്ക് പോയി. അപ്പൊ നിങ്ങൾ കാണുന്ന ചാനൽ ആർട്ട് എന്താണ്? ജിഷ ബി വ്ലോഗ്സ്, താഴെ എന്റെ യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സ്, ഫൺ ആൻഡ് ഗെയിംസ്, വ്ലോഗ്സ്, ഇത്രയും ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ എന്റെ ഈ ചാനലിലൂടെ യൂട്യൂബ് റിലേറ്റഡ് ടിപ്സ് ആൻഡ് ട്രിക്സ് കൊടുക്കുന്നുണ്ട്, കൂടെ ഫൺ ആൻഡ് ഗെയിംസ് കൊടുക്കുന്നുണ്ട്, പിന്നെ വ്ലോഗ്സും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ വ്യൂവർ വന്നിരിക്കുന്നത് എന്റെ ഒരു യൂട്യൂബ് റിലേറ്റഡ് വീഡിയോ കണ്ടിട്ടാണ്. അപ്പൊ അയാൾക്ക് ഓൾറെഡി ഇതിൽ താല്പര്യമുണ്ട്. കൂടെ ഈ ഫൺ ആൻഡ് ഗെയിംസ് അല്ലെങ്കിൽ വ്ലോഗ്സ്, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ കൂടി അയാൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അപ്പൊ അയാള് ആ വീഡിയോസ് കൂടി എന്റെ ചാനലിൽ കാണാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ ആർട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് അപ്ലോഡിംഗ് വീഡിയോസ് ഡെയിലി അല്ലെങ്കിൽ അപ്ലോഡിംഗ് വീഡിയോസ് എവറി ഓൾട്ടർനേറ്റ് ഡേയ്സ്. ഞാനിപ്പോ എന്റെ ചാനൽ ആർട്ടില് ഈ അപ്ലോഡിംഗ് വീഡിയോസ് ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി അങ്ങനെ എഴുതാത്ത എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു വീക്ക്ലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ആളാണ്. പക്ഷെ ചില വീക്കില് എനിക്കത് ചെയ്യാൻ പറ്റാറില്ല. അപ്പൊ അങ്ങനെ ഒരു തെറ്റായ ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ വീക്ക്ലി റെഗുലർലി ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, അതുകൊണ്ടാണ് ഞാനത് കൊടുക്കാത്തത്. അപ്പൊ നിങ്ങൾ റെഗുലർലി വീഡിയോ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ചാനൽ ആർട്ടിൽ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അതും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ആ കാണുന്ന വ്യൂവറിന് മനസ്സിലാവും നിങ്ങൾ റെഗുലർലി വീഡിയോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കുട്ടിയുടെ വീഡിയോ ഇനി മറ്റന്നാൾ വരുന്നതായിരിക്കും. ഇപ്പൊ എനിക്ക് കാണാം. ഇനി നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചാനൽ ആർട്ട് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ അതിനായിട്ട് ഞാൻ എന്റെ മൊബൈൽ സ്ക്രീന് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാണ്. ചാനൽ ആർട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ബ്രൗസർ ഉപയോഗിച്ചിട്ട് യൂട്യൂബിൽ കയറുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഫയർഫോക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഈ ചാനലിൻ്റെ ഐക്കണിൽ പോയി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്ത് യുവർ ചാനൽ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, അതിൽ പോയി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി കസ്റ്റമൈസ് ചാനൽ. അപ്പോൾ ദാ ഇങ്ങനെയൊരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. അതിൽ ആഡ് ചാനൽ ആർട്ട്. ഇനി സെലക്ട് എ ഫോട്ടോ ഫ്രം യുവർ കമ്പ്യൂട്ടർ, യുവർ ഫോട്ടോസ് ഗാലറി, ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. ഇപ്പം ഞാൻ ഈ ചാനൽ ആർട്ട് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. ഇനി ഓട്ടോ എൻഹാൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അല്ല എങ്കിൽ അങ്ങനെ വിടാം. അപ്പം ഞാനിവിടെ ഓട്ടോ എൻഹാൻസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ
ഇവിടെ ഒരു അഡ്ജസ്റ്റ് ദി ക്രോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ചാനലാട്ടിലെ ഫോൺസൊക്കെ കറക്റ്റായിട്ട് ഇരിക്കുന്നില്ല എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് അവിടെ 3 പ്രിവ്യൂസ് ഉണ്ട്. ഡെസ്ക്ടോപ്പിൽ എങ്ങനെയാണ് ഉണ്ടാവുക, ടി വിയിൽ എങ്ങനെയാണ് ഉണ്ടാവുക, മൊബൈലിൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന്. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഇത് ക്രോപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലിപ്പം 3ലും ഞാൻ എഴുതിയിരിക്കുന്ന ടെക്സ്റ്റ് കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തീരെ കുഞ്ഞായിട്ടുള്ള ഫോണ്ടൊക്കെ തീരെ കുഞ്ഞായിരിക്കുന്നു, അപ്പോൾ കാണില്ല എന്നൊരു സംശയം ഉണ്ടാവാം. അപ്പോൾ അത് ഞാൻ ഇതൊന്ന് ചാനലായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണിക്കാം. അപ്പം ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഇനിതാ നമ്മൾ പറഞ്ഞ ചാനലായിട്ട് ഇപ്പോൾ ഇവിടെ ആവും. കണ്ടോ? ഇത് ഡെസ്ക്ടോപ്പ് വേർഷനാണ്. ഡെസ്ക്ടോപ്പിൽ ഇങ്ങനെയാണ് കാണുക. അപ്പോൾ അതിനകത്ത് എൻ്റെ ചാനൽ നെയിമുണ്ട്, എൻ്റെ കണ്ടൻസും കാണുന്നുണ്ട്. ഇനി നമുക്ക് മൊബൈലിൽ എങ്ങനെയാണ് കാണുക എന്നുള്ളത് നോക്കാം. അപ്പം മൊബൈലിൽ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് യുവർ ചാനലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നോർമലി ഇപ്പോൾ ഒരു പ്രോപ്പർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ആളാണെങ്കിൽ ഈ താഴെ ഈ കാണുന്ന ഏരിയയിൽ ഇവിടെ മൊത്തം എൻ്റെ വീഡിയോസ് ഉണ്ടാവും. പിന്നെ ഇതാണ് എൻ്റെ ഹോം പേജ് ആയിട്ട് വരിക. അപ്പോൾ അതിൽ എൻ്റെ ചാനലായിട്ട് പ്രോപ്പറായിട്ട് ജിഷ എന്ന് എഴുതിയിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ കണ്ടൻസും കാണിക്കുന്നുണ്ട്. ടി വിയിലത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല. ഒരു യൂട്യൂബ് ചാനലായിട്ട് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി അടുത്ത ചോദ്യം, ഇങ്ങനെ ഒരു ചാനലായിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇപ്പൊ ഒരു സിംഗിൾ ആപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒരു അടിപൊളി ചാനലായിട്ട് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഒത്തിരി ലെങ്തി ആയിപ്പോകും. അതുകൊണ്ടാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യാൻ മറക്കരുത്. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ എന്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ അതിനടുത്തായിട്ട് ഒരു ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഓൾ എന്ന് അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇനി ഒരു വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് സൗജന്യമായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. ശരി.